കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിവൈഡ് ഡിഫറൻസസ് പറഞ്ഞിരുന്നു, അതിൻ്റെ പ്രോബ്ലംസും ചെയ്തിരുന്നു. ഈ ഡിവൈഡ് ഡിഫറൻസ് പ്രോബ്ലത്തിൽ ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ, അതായത് നമ്മളെ നോട്ട്സിലെ x0, x1, എക്സെട്ര xn അത് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് നോട്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ, അതായത് x0, x1 തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ആയിരിക്കും x1, x2 തമ്മിൽ, x2, x3 തമ്മിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിവൈഡ് ഡിഫറൻസ് പ്രോബ്ലത്തിനെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ഡിഫറൻസ് യൂസ് ചെയ്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പഠിച്ച രീതി ചെയ്യുക. അല്ലാതെ ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹോംവർക്കൊക്കെ ആക്കി തന്നിരുന്നു, ഇതിൻ്റെ വാല്യൂ കണ്ടെത്തുക അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ 2-3 മെത്തേഡ് പറയേണ്ട, അതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അത് എന്ത് യൂസ് ചെയ്യണം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഡിവൈഡ് ഡിഫറൻസിൻ്റെ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ മെത്തേഡിനേക്കാളും കുറച്ച് ഈസി ആയിട്ട് ഇനി പറയുന്ന മെത്തേഡ്സ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതൊക്കെ പറയുകയാണെങ്കിൽ ടേബിൾ ജനറൽ ഫോമൊക്കെ നമ്മൾ എഴുതിയിരുന്നില്ല. ഞാനൊരു പിക്ചർ അയച്ചു തന്നിട്ട് അതിൽ എഴുതാൻ പറഞ്ഞിരുന്നു ടേബിളിൻ്റെ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും അതിൽ ഡിവിഷനും ഒക്കെ വരുന്നുണ്ട്. ടേബിളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ രണ്ട് ഡിഫറൻസ് കണ്ടിട്ട് എഫിൻ്റെ വാല്യൂസ് തമ്മിൽ ഡിഫറൻസ് കണ്ടിട്ട് പിന്നെ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ടേമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് മുന്നത്തെ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് മാത്രം എഴുതിയാൽ മതി, വേറെ ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ച് അതിൻ്റെ ഇക്വേഷൻസിൽ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ പറയണമെന്ന് നോക്കാം. ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എ സിംപ്ലിഫൈഡ് ഫോം വെൻ ദി നോട്ട്സ് x0, x1, എക്സെട്ര xn ആർ അറേഞ്ച്ഡ് കോൺസിക്യൂട്ടീവ്ലി വിത്ത് ഈക്വൽ സ്പേസിങ്. അതായത് ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല സിംപ്ലിഫൈഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും വെൻ ദി നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x0, x1, എക്സെട്ര xn ആർ അറേഞ്ച്ഡ് കോൺസിക്യൂട്ടീവ്ലി വിത്ത് ഈക്വൽ സ്പേസിങ്. അവ തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആയിട്ട് വരണം. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് നോട്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആയിട്ട് വരണം. ഇൻ ദിസ് കേസ് വി ഇൻട്രൊഡ്യൂസ് ദി നൊട്ടേഷൻ h = xi + 1 - xi. അതായത് ഡിഫറൻസ് ഒക്കെ സെയിമാ പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് എച്ച് എടുത്തു, xi + 1 - xi ജനറൽ ഫോം കൊടുത്തപ്പോൾ xn - xn - 1 അല്ലെങ്കിൽ xn - 1 - xn - 2 അതുപോലെ x1 - x0 ഇതിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ xi + 1 - xi എന്ന് എഴുതി ആ ഡിഫറൻസ് h ആയിട്ട് എടുത്തു. ഫോർ ഈച്ച് i = 0, 1, 2 എക്സെട്ര n - 1 n - 1 വരെ ആകുമ്പോഴാണല്ലോ n - 1 കൊടുത്താൽ ഇവിടെ xn - xn - 1 വരും. ആൻഡ് ലെറ്റ് x = x0 + hh. അത് വേറെ സബ്സ്റ്റിറ്റ്യൂഷനും കൂടി കൊടുത്തു, x = x0 + sh. Then the difference x - xi is x - xi = s - i × h. അതായത് വേറൊരു കാര്യം കൂടി കൊടുത്തു, x = x0 + sh. അവിടെ x0 ആണ്. ഇനി xi ആണെങ്കിൽ x = xi + si - hi എന്നാണ് ഇത് എഴുതുന്നത്. അതായത് ഇതിനെ x - x0 = sh എന്ന് എഴുതാം. അതുപോലെ x - xiനെ നമ്മൾ എഴുതുന്നത് s - ih. ഇവിടെ 0 ആയതുകൊണ്ടാണ് അവിടെ sh മാത്രം വന്നത്. ഇവിടെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ s - ih എന്ന് ഉണ്ടാവും. നമുക്ക് നോക്കാം, പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസിയാണ്. ഈ തിയറിയിൽ പറയുന്ന കൺഫ്യൂഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇക്വേഷൻസ് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. തിയററ്റിക്കലായിട്ട് അങ്ങനെയൊന്നും ചോദിക്കുകയൊന്നുമില്ല. ഇക്വേഷൻ എഴുതാനൊക്കെ ഉള്ളൂ വൺ വേർഡിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവണമല്ലോ, അതിന് വേണ്ടിയാണ് ഇതൊക്കെ പറയണത്. ദെൻ Pn(x) ബിക്കംസ്, നമ്മൾ Pn(x) എഴുതിയിരുന്നു ഡിവൈഡഡ് ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ എഴുതിയിരുന്നു അല്ലേ. Pn(x) അത് എങ്ങനെ വരും? Pn(x) നമ്മൾ പഠിച്ചിരുന്ന എങ്ങനെ? Pn(x) = f of x0 plus f of x0 x1 into x - x0 plus f of x0 x1 x2. അത് നോക്കാം. f of x0 ഇവിടെ ഒരു എക്സാമ്പിളിൽ പറയുന്നുണ്ട്, f of x0 x1 x2 x - x0 x - x1 പ്ലസ് അങ്ങനെ ടേം എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഇനിയും ടേം കൂടും. വാല്യൂസിനനുസരിച്ച് എക്സ് വാല്യൂസ് കൂടുതലുണ്ടെങ്കിൽ ഇനിയും ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു x - xiൻ്റെ സ്ഥാനത്ത് s - i × h ആണ് കൊടുക്കുന്നത്. അപ്പോൾ x - x0ൻ്റെ സ്ഥാനത്ത് sh വരും. പിന്നെ x - x1 ആണെങ്കിലോ x - x1 ആകുമ്പോൾ s - 1 × h വരും.
ഓക്കെ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് എങ്ങനെയാണ് ഫോർമുല എന്തായി മാറും? എഫ് ഓഫ് എക്സ് നോട്ട് തന്നെ. പിന്നെ എഫ് ഓഫ് എക്സ് നോട്ട് x1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ടിന് പകരം എസ് എച്ച് കൊടുത്തു. ഇത് നോക്കിയില്ലെങ്കിൽ ഇതിൽ തന്നെ നോക്കിയാൽ മതി. അത് തന്നെ പറയാം. ഇവിടെ ഐൻ്റെ സ്ഥാനത്ത് 0 ആവും എക്സ് മൈനസ് എക്സ് നോട്ട് ആകുമ്പോൾ. അപ്പോൾ എസ് മൈനസ് 0 വെച്ച് പറഞ്ഞാൽ എസ് എച്ച് തന്നെ. അപ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് എഴുതിയ സ്ഥാനത്ത് എസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് x1 എന്ന് എഴുതി. പിന്നെ അടുത്തിലുള്ള എക്സ് മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് മൈനസ് x1. എക്സ് മൈനസ് എക്സ് നോട്ട് നമ്മളിപ്പോൾ പറഞ്ഞു എസ് എച്ച് ആണ്. എക്സ് മൈനസ് x1 ആകുമ്പോഴോ എസ് മൈനസ് 1 ഇൻറ്റു എച്ച്. അപ്പോൾ 2h വന്നു. അപ്പോൾ h². പിന്നെ എസ് വന്നു, എസ് മൈനസ് 1 വന്നു. അപ്പോൾ എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു h² എഫ് ഓഫ് എക്സ് നോട്ട് x1 x2 പ്ലസ് ഈ ടേം ഉണ്ടാവും. ഇവിടെ എക്സെട്ര ഇട്ടു എന്നുള്ളത് നമ്മൾ ജനറൽ ഫോമാണല്ലോ എഴുതുന്നത്. പ്ലസ് എക്സെട്ര ഇങ്ങനെ പോയി ഇതുവരെ ഉണ്ടാവും. ഇവിടെ ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ 3 വാല്യൂസ് വന്നപ്പോൾ എക്സ് നോട്ട് x1 x2 വരെ വന്നപ്പോൾ h². ഇവിടെ എസ് ഇൻറ്റു എസ് മൈനസ് 1 2 പവറിൽ വന്നപ്പോൾ എസ് മൈനസ് 1 വരെ. ഏതുവരെ പോവും വാല്യൂസ്? xn വരെ. അപ്പോൾ ലാസ്റ്റ് വാല്യൂ എങ്ങനെ വരിക? പ്ലസ് എസ് ഇൻറ്റു എസ് മൈനസ് 1 എക്സെട്ര എസ് മൈനസ് ഓഫ് എൻ മൈനസ് 1 എന്നല്ല വരിക. ഇവിടെ 2 ആയപ്പോൾ, അല്ലെങ്കിൽ ഇത് 2 നോക്കിയാൽ മതി, നമുക്ക് xn വരെയാണ് വേണ്ടത്. 2 ആയപ്പോൾ എസ് മൈനസ് 1 വരെ, 2ൻ്റെ തൊട്ട് മുന്നത്തെ വാല്യൂ വരെ. അപ്പോൾ ഇവിടെ n ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വാല്യൂ n മൈനസ് 1. അപ്പോൾ എസ് മൈനസ് ഓഫ് എൻ മൈനസ് 1 വരും. ആ ഉള്ളിലേക്ക് മൈനസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എസ് മൈനസ് എൻ പ്ലസ് 1 ആയി മാറിയത്. പിന്നെ h⁻n ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് x1 എക്സെട്ര xn ഇങ്ങനെ ആയി മാറും. പിന്നെ അതിന് സിഗ്മ യൂസ് ചെയ്തിട്ട് എഴുതി എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് summation k equal to 1 to n s into s minus 1 etc. s minus k plus 1 h raised to k f of x naught x1 etc. xk. അതായത് ഇവിടെ മുതലുള്ള ടേംസിനെ ഒന്നിച്ച് എഴുതിയതാണ് ഈ സിഗ്മ യൂസ് ചെയ്തിട്ട്. ഇനി ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഒന്നും കൂടി ചെറുതാക്കി എഴുതാം. നോക്കാം. നമുക്ക് ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് യൂസ് ഇങ്ങനെ എസ് സി കെ എന്നുള്ളത് ഇങ്ങനെ എഴുതാറുണ്ട് അല്ലേ? അപ്പോൾ എസ് സി കെ ആണ് ഇത് ഉദ്ദേശിച്ചത്. എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് കെ പ്ലസ് 1 ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ അതെന്താവും? എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് മൈനസ് കെ പ്ലസ് 1 പകരം എന്ത് കൊടുത്താൽ മതി? കെ ഫാക്ടോറിയൽ ഇൻറ്റു എസ് കെ കൊടുത്താൽ പോരെ? അപ്പോൾ അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പി എൻ ഓഫ് എക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു പി എൻ ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് എച്ച്. എന്തിനാണ് എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് എഴുതിയത്? അത് നമ്മളവിടെ പറഞ്ഞില്ലേ, എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസ് എച്ച് പറഞ്ഞല്ലോ. അത് ജസ്റ്റ് അവിടെ കൊടുത്തു എന്നുള്ളൂ. എക്സ് അതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ എസും എച്ചും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷനായിട്ടാണ് ഇവിടെ എഴുതിയത്. ഇപ്പോൾ പി എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ ഇതിൽ എക്സ് ഒന്നും കാണില്ല, എസും എച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ എക്സിന് പകരം ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, എക്സ് നോട്ട് പ്ലസ് എസ് എച്ച്, അത്രേ ഉള്ളൂ. വേറെ കൺഫ്യൂഷനൊന്നും വേണ്ട. പിന്നെ ജസ്റ്റ് എസിൻ്റെ എസ് മൈനസ് 1 എക്സെട്ര എസ് മൈനസ് കെ പ്ലസ് 1 പകരം എസ് കെ ഫാക്ടോറിയൽ കൊടുത്തു. അപ്പോൾ സമ്മേഷൻ കെ ഈക്വൽ ടു 1 to n എസ് കെ ഫാക്ടോറിയൽ എച്ച് റൈസ് ടു കെ എഫ് ഓഫ് എക്സ് നോട്ട് x1 എക്സെട്ര എക്സ് കെ എന്നായി മാറി. ഇനിയാണ് നമ്മളെ ഫോർമുലാസ് പറയണത്. ഫോർവേഡ് ഡിഫറൻസ് 3 ടൈപ്പ് ഡിഫറൻസസ് ആയിട്ടാണ് പറയുന്നത്. ഫോർവേഡ് ഡിഫറൻസ്, ബാക്ക്വേർഡ് ഡിഫറൻസ്, സെൻട്രൽ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ഡിഫറൻസ് യൂസ് ചെയ്ത് ഡിവൈഡഡ് ഡിഫറൻസ് വെച്ച് ചെയ്യണ പ്രോബ്ലത്തിന് ഈ രീതിയിലും ചെയ്യാം, ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ, നോഡ്സ് ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ദി ന്യൂട്ടൺ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഈസ് constructed by making use of the forward difference notation ഡെൽറ്റ. ഇത് വേണ്ട കേട്ടോ, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഏക്കൺസ് ഡെൽറ്റ സ്ക്വയർ മെത്തേഡ്. അത് നമുക്ക് ഇല്ല, അത് ഞാൻ അറിയാതെ കൊടുത്തു. ഇൻട്രൊഡ്യൂസ്ഡ് അത് വേണ്ട, ഏക്കൺസ് വേണ്ട കേട്ടോ. ഇതാണ് നൊട്ടേഷൻ ഡെൽറ്റ. നമ്മൾ എഫ് ഓഫ് എക്സ് നോട്ട് x1 എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഡിവൈഡഡ് ഡിഫറൻസിൽ എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബൈ x1 മൈനസ് എക്സ് നോട്ട് അല്ലേ?
x1 മൈനസ് x0 പറഞ്ഞാൽ h ആണെന്ന് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലേ. ഡിഫറൻസ് കോമൺ ആണെങ്കിൽ, എല്ലാത്തിനും സെയിം ഡിഫറൻസ് ആണെങ്കിൽ അത് h ആയിട്ടാണ് നമ്മൾ എടുത്തത് അല്ലേ. xi പ്ലസ് 1 മൈനസ് xi. അപ്പോൾ x1 മൈനസ് x0 എന്താ വരിക? h ആണ് വരിക. അപ്പോൾ ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/h ഇൻറ്റു എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0 അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0നെ ഡെൽറ്റ എഫ് ഓഫ് x0 എന്ന് എഴുതി. ഓക്കെ, ഇതിന് ഡെൽറ്റ എഫ് ഓഫ് x0 എന്ന് എഴുതി, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഈ ഡിവൈഡ് ഡിഫറൻസിൽ വരുന്ന ഓരോ ടേംസാണ് ഇതിലെ ഓരോ കോളംസ് നമ്മൾ ഈ രീതിയിലാണ് കൊടുത്തത്. ജനറൽ ഫോമായിട്ട് കൊടുത്തത് എഫ് ഓഫ് xi പ്ലസ് 1 xi പ്ലസ് 2 അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുത്തത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറയണം. എഫ് ഓഫ് x0 x1 x2 എന്നുള്ളത് എന്താ വരിക? 1/2h ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് x1 മൈനസ് ഡെൽറ്റ എഫ് ഓഫ് x0 ഡിവൈഡഡ് ബൈ h എന്ന് വരും. ഈ രീതിയിൽ തന്നെ അതിന് 1/2h വന്നത് നമ്മൾ എഫ് ഓഫ് x0 x1 x2 എങ്ങനെ ഡിഫൈൻ ചെയ്തെന്ന് ഡിവൈഡ് ഡിഫറൻസ് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. അത് എഫ് ഓഫ് x1 x2 മൈനസ് എഫ് ഓഫ് x0 x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x0 ആണ്. അപ്പോൾ എഫ് ഓഫ് x1 x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഡെൽ എഫ് ഓഫ് x1 ആണ് വരിക. അപ്പോൾ എഫ് ഓഫ് x0 x1 എന്ന് പറഞ്ഞപ്പോൾ ഡെൽറ്റ എഫ് ഓഫ് x0 വന്നു. അതുപോലെ എഫ് ഓഫ് x1 x2 ആണെങ്കിൽ ഡെൽറ്റ എഫ് ഓഫ് x1 ആണ് വരിക. മൈനസ് എഫ് ഓഫ് x0 x1 ആണ് പറഞ്ഞത്, അത് നമ്മൾ ഡെൽറ്റ എഫ് ഓഫ് x0 പറഞ്ഞു. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ 2h എവിടെ നിന്ന് വന്നത്? x2 മൈനസ് x0 ആണ് അവിടെ ഉണ്ടായിരുന്നത്. x2 മൈനസ് x1 ആണ് h. പിന്നെ x1 മൈനസ് x0 കൂടി ഉണ്ട്. അപ്പോൾ 2h ആയി. x2 മൈനസ് x0 ആകുമ്പോൾ 2 ഡിസ്റ്റൻസ് കൂടി അല്ലേ, 2h ആയി. അപ്പോൾ 1/2h അങ്ങനെയാണ് വന്നത്. ഓക്കെ, ഡെൽറ്റ എഫ് ഓഫ് x1 ബൈ h ഉണ്ടാവും, ഡെൽറ്റ എഫ് ഓഫ് x0 ബൈ h ഉണ്ടാവും, ഇതേപോലെ. അപ്പോൾ അതിന് കോമൺ ആയിട്ടുള്ള h ഇവിടെ എഴുതി. അങ്ങനെയാണ് നമുക്ക് 1/2h² വരുന്നത്. 1/2h² ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0 എന്ന് വരുന്നത്. വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എഫ് ഓഫ് x0 x1 x2 ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഫ് ഓഫ് x1 x2 മൈനസ് ശരിയാവില്ല എഫ് ഓഫ് x0 x1 ആണ്. അതൊക്കെ മനസ്സിലാക്കുക. കുറച്ചൊന്ന് നന്നാക്കി എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്, മനസ്സിലാവാൻ തോന്നുന്നു. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫോർമുല എഫ് ഓഫ് x1 x2 മൈനസ് എഫ് ഓഫ് x0 x1 ബൈ x2 മൈനസ് x0 ആണ്. അപ്പോൾ എഫ് ഓഫ് x1 x2 പറയണത് നമ്മൾ തൊട്ട് മുന്നേ എഫ് ഓഫ് x0 x1 എഴുതിയപ്പോൾ എന്താ കിട്ടിയത്? 1/h ഡെൽറ്റ എഫ് ഓഫ് x0. അപ്പോൾ എഫ് ഓഫ് x1 x2 ആകുമ്പോൾ 1/h ഡെൽറ്റ എഫ് ഓഫ് x1 വരും. അപ്പോൾ ഡെൽറ്റ എഫ് ഓഫ് x1 ബൈ h എഴുതി. അതുപോലെ ഇതാണ് തൊട്ട് മുന്നേ എഴുതിയിട്ടുള്ളത് എഫ് ഓഫ് x0 x1 ഡെൽറ്റ എഫ് ഓഫ് x0 ബൈ h ഡിവൈഡഡ് ബൈ x1 മൈനസ് x0 ആണ് h. അപ്പോൾ x2 മൈനസ് x0 ആകുമ്പോൾ ഒരു h കൂടി അങ്ങനെ 2h എന്ന് വന്നു. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇതാ, അപ്പോൾ 1/2h² ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0 ആവും. ഡെൽറ്റ സ്ക്വയർ ഇതെന്താ? ഡെൽറ്റ എഫ് ഓഫ് x1 മൈനസ് ഡെൽറ്റ എഫ് ഓഫ് x0നെ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0 എഴുതി. ഇവിടെ ജസ്റ്റ് എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x0 ആണ് ഉണ്ടായിരുന്നത്, അത് ഡെൽറ്റ എഫ് ഓഫ് x0 എഴുതിയത്. അപ്പോൾ ഇവിടെ ഒരു ഡെൽറ്റ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിലുള്ള ചേഞ്ച് അറിയുമ്പോൾ ഒരു ഡെൽറ്റയും കൂടി എക്സ്ട്രാ വന്നു. അങ്ങനെയാണ് ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് x0 വന്നത്. അപ്പോൾ ഇത് ജനറലി എങ്ങനെ എഴുതാം? എഫ് ഓഫ് x0 x1 എക്സെട്ര xkനെ 1/k ഫാക്ടോറിയൽ ഇൻറ്റു h റൈസ് ടു k. ഇനി ഓരോ ടേം കൂടുന്നതോറും ഇവിടെ അടുത്ത ടേം ആകുമ്പോൾ 2 × 3 വരുന്നുണ്ടാവും. അങ്ങനെ h³ ഡെൽറ്റ ക്യൂബ് അങ്ങനെ വരും. അപ്പോൾ ജനറലി എഫ് ഓഫ് x0 x1 എക്സെട്ര xk ഈക്വൽ ടു 1/k ഫാക്ടോറിയൽ h റൈസ് ടു k ഡെൽറ്റ റൈസ് ടു k എഫ് ഓഫ് x0 എന്ന് വരും. എഫ് ഓഫ് x0 ഈക്വൽ ടു എഫ് ഓഫ് x0, അതായത് സ്ക്വയർ ബ്രാക്കറ്റിൽ x0 തന്നാലും ഇനി വേറെ ഏത് വാല്യൂ ആയിക്കോട്ടെ, ഏതൊരു xi തന്നാലും അത് ഇത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് x0. The equation
ദി ഇക്വേഷൻ 1 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് നമ്മൾ ഈ ഇക്വേഷന് അപ്പോൾ എങ്ങനെ എഴുതാം പി എൻ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് സമേഷൻ കെ ഈക്വൽ ടു 1 to n എസ് കെ ഡെൽറ്റ റൈസ് ടു കെ എഫ് ഓഫ് എക്സ് നോട്ട്. കാരണം ഈ എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് കെ എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ബൈ കെ ഫാക്ടോറിയൽ എച്ച് റൈസ് ടു കെ ഉണ്ട്, ഇവിടെ ഇൻറ്റു കെ ഫാക്ടോറിയൽ എച്ച് റൈസ് ടു കെ ഉണ്ട്, രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എക്സ്ട്രാ വരുന്ന ടേം ഡെൽറ്റ റൈസ് ടു കെ എഫ് ഓഫ് എക്സ് നോട്ട് ആവും. അപ്പോൾ എന്താ ഉണ്ടാവുക എസ് കെ ഡെൽറ്റ റൈസ് ടു കെ എഫ് ഓഫ് എക്സ് നോട്ട്. അതാണ് ഈ ഫോർമുല. ഇതാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നോക്കാം ഒരു ക്വസ്റ്റ്യൻ. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ബൈ ദി ടേബിൾ ബിലോ. ഫൈൻഡ് എഫ് ഓഫ് 0.2. എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ട് 0, 1, 2, 3, 4, 5, 6. എഫ് ഓഫ് എക്സ് 176, 185, 194, 203, 212, 220, 229. മുന്നേ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസൊക്കെ ചിലപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടാകും. സെയിം ക്വസ്റ്റ്യൻ അല്ല, മെത്തേഡ് ഡിഫറൻസ് ആണ്. മെത്തേഡ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മെത്തേഡിലാണ് ഇനിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് എഫ് ഓഫ് 0.2. ഈ ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ സെൻട്രൽ ഡിഫറൻസ് ഫോർമുല ആണെന്ന് മനസ്സിലാക്കാം. സെൻട്രലും ബാക്ക്വേർഡൊക്കെ നമ്മൾ പറയണേ ഉള്ളൂ, എന്നാലും അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ നോക്കാം. എഫ് ഓഫ് 0.2 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ തന്നിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ ഏത് പോയിന്റിലാണോ കാണേണ്ടത് ആ പോയിന്റ് എവിടെയെന്ന് നോക്കുക. തന്നിട്ടുള്ള എക്സ് വാല്യൂസിൻ്റെ കൂട്ടത്തിൽ അത് ഏകദേശം ആദ്യമായിട്ടാണ് വരുന്നത്, ലാസ്റ്റാണ് വരുന്നത്, ഏകദേശം സെൻട്രലായിട്ടാണ് വരുന്നത്, അത് അനുസരിച്ചാണ് നമ്മൾ ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കേണ്ടത്. ഇവിടെ 0.2 ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏകദേശം 0ക്ക് അടുത്താണ്, അതായത് എക്സ് വാല്യൂസിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളിത് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യും. ഇനിയിപ്പോൾ ലാസ്റ്റിൽ ഇപ്പോൾ ഒരു 5.5 ഈ പോട്ടെ 6 കഴിഞ്ഞിട്ടുള്ള വില ആയിക്കോട്ടെ, 6.2, 6.3 ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്യും. ഇനി ഏകദേശം സെൻട്രൽ ഇപ്പോൾ ഒരു 3.3 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സിൻസ് 0.2 ഈസ് നിയർ ദി ബിഗിനിങ് വി യൂസ് ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല. ബിഗിനിങ്ങിലായതുകൊണ്ട് ഫോർവേഡ് ഫോർമുലയാണ് യൂസ് ചെയ്യണത്. ഇവിടെ ഇയർ നമുക്ക് ഫോർമുല അതാണ് പി എൻ ഓഫ് എക്സ് കാണാം. നമ്മൾ എപ്പോഴായാലും നമ്മൾ പോളിനോമിയലാണ് കാണുന്നത്. ആ പോളിനോമിയൽ ഈ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനോട് ഏകദേശം ഈക്വൽ ആണെന്നുള്ള ഊഹം വെച്ചിട്ടാണ് നമ്മൾ ആ വാല്യൂസ് കണ്ടെത്തുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് അല്ലേ. കറക്റ്റ് വാല്യൂ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ തന്നിട്ടുള്ള പോയിൻറ്റ്സിൽ എക്സ് വാല്യൂസ് തന്നിട്ടുള്ളതിൽ എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എന്നുകളിൽ ഫംഗ്ഷൻ വാല്യൂ പോളിനോമിയലിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. പക്ഷെ വേറൊരു വാല്യൂവിൽ ആ വാല്യൂസ് അല്ലാതെ വേറൊരു വാല്യൂവിൽ അപ്രോക്സിമേറ്റ്ലി എന്തായാലും ഈക്വൽ ആയിട്ട് വരും. അത് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പി എൻ ഓഫ് എക്സ് ആണ് ശരിക്കും കാണുന്നത്. പി എൻ ഓഫ് എക്സിൻ്റെ ഫോർമുലയല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ, ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയിലൊക്കെ. അപ്പോൾ പി എൻ ഓഫ് എക്സ് ആണ് കാണുന്നത്. പക്ഷേ ആ പി എൻ ഓഫ് എക്സിൽ എക്സിന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഏത് വാല്യൂ ആണോ ചോദിച്ചിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി അതിനോട് ഈക്വൽ ആയിട്ട് പറയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, പി എൻ ഓഫ് എക്സ് കാണുക, ആ ഫോർമുല യൂസ് ചെയ്തിട്ട് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ചോദിച്ചിട്ടുള്ള പോയിന്റിലെ വാല്യൂ കിട്ടും. അപ്പോൾ പി എൻ ഓഫ് എക്സ് ഇവിടെ എത്ര എണ്ണം ഉണ്ട് അതിനനുസരിച്ച് കൊടുക്കാം. ഇവിടെ ആകെ 7 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ 0, 1, 2, 6 വരെ വരും അല്ലേ. അപ്പോൾ പി എൻ ഓഫ് എക്സ് പറയുന്നത് ഇവിടെ P6 ഓഫ് എക്സ് ആണ് വരിക. ഫോർമുല എഫ് ഓഫ് എക്സ് നോട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാലും മറ്റേതിട്ടാലും ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് അതിന് കൺഫ്യൂഷൻ വേണ്ട. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട്, എസ് ഇൻറ്റു ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് ഇൻറ്റു എസ് മൈനസ് 1/2 ഫാക്ടോറിയൽ. ആ ജനറൽ ഫോർമുല നിങ്ങൾ നോക്കിയാൽ മതി, മനസ്സിലാവും. എസ് കെ ആണല്ലോ ഉള്ളത് അല്ലേ. എസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇൻറ്റു എസ് മൈനസ് 1 എക്സെട്ര എസ് മൈനസ് ഓഫ് കെ മൈനസ് 1, അതാണ് എസ് മൈനസ് കെ പ്ലസ് 1 എന്ന് എഴുതി ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ ആണുള്ളത് അല്ലേ എസ് കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ സമ്മ വെച്ച് എഴുതിയത് നിരത്തി എഴുതിയെന്നുള്ളൂ, കാരണം നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഇവിടെ പിന്നെ എക്സെട്ര ഇടാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, ഒരു 6 പൊസിഷനൊക്കെ കയറിപ്പോയാൽ ഉണ്ടാവുള്ളൂ. എസ് ഇൻറ്റു എസ് മൈനസ് 1/2 ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് നോട്ട്. അടുത്തത്
s into s minus 1 s minus 2 by 3 factorial delta cube f of x naught plus s into s minus 1 s minus 2 s minus 3 divided by 4 factorial delta raised to 4 f of x naught plus s into s minus 1 s minus 2 s minus 3 s minus 4 by 5 factorial delta raised to 5 f of x naught plus s into s minus 1 s minus 2 s minus 3 s minus 4 s minus 5 divided by 6 factorial delta raised to 6 f of x naught. അപ്പോൾ നമുക്ക് എസ് അറിയണം. ഈ ഫോർമുലയിൽ ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ, സിംപ്ലിഫൈ ചെയ്ത് കിട്ടണമെങ്കിൽ നമുക്ക് എസ് എന്താണെന്ന് അറിയണം. എസ് എന്താണ്? ഒരു ഇക്വേഷൻ നമുക്കുണ്ട്, എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസ് എച്ച്, എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസ് എച്ച്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എസ് കണ്ടെത്തുന്നത്. ഇവിടെ നമ്മൾ എക്സ് ഏത് വാല്യൂവിലാണോ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ കാണാൻ ചോദിച്ചിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ഇവിടെ 0.2 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ എക്സ് ആയിട്ട് എടുത്തു, എക്സ് ഈക്വൽ ടു 0.2. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എല്ലാവർക്കും അറിയാം, അതിവിടെ 0 ആണല്ലേ, 0.2 അങ്ങനെയാണ് പോകുന്നത്. എക്സ് നോട്ട് 0. എച്ച് എത്രയാണ്? 1 ആണ് വരുന്നത്. കാരണം 0 1 2 3 4 5 6 ഇങ്ങനെ വരുന്നത്, അതിന് ഡിഫറൻസ് 1 ആണ് വരുന്നത്. എച്ച് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എസ് എച്ച്. അപ്പോൾ എസ് എന്താ വരിക? എക്സ് മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എച്ച് എന്നാണ് വരിക. എക്സ് 0.2, എക്സ് നോട്ട് 0, എച്ച് 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0.2, എസ് 0.2 ആണ്. ഓക്കെ, അപ്പോൾ എസിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഡെൽ എഫ് ഓഫ് എക്സ് നോട്ട് ഇത് കിട്ടണം. ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട്, ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് നോട്ട് അത് കിട്ടണം. അതാണ് ഈ ടേബിളിൽ എഴുതിയിട്ടുള്ളത്. ഒരു ബുദ്ധിമുട്ടുമില്ല, ജസ്റ്റ് ഡിഫറൻസ് കണ്ടിട്ടാണ് ഇത് എഴുതി പോയിട്ടുള്ളത്. എക്സ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് 0 to 6 വരെ. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അത് എഴുതി. ഡെൽറ്റ എഫ് ഓഫ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇവ പരസ്പരമുള്ള ഡിഫറൻസ് കണ്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ എഴുതി പോവാം. 185 മൈനസ് 176 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ 194 മൈനസ് 185, 203 മൈനസ് 194 ആണ്, 212 മൈനസ് 203 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 220 മൈനസ് 212 8 വരിക. 229 മൈനസ് 229 ഇതാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ ഈ 9 തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ സെൻറ്ററിൽ എഴുതി. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ സെൻറ്ററിൽ, ഇത് രണ്ടും തമ്മിലുള്ളത് ഇവിടെ. പിന്നെ 8 മൈനസ് 9 മൈനസ് 1 അവിടെ എഴുതി. 9 മൈനസ് 8 1 എഴുതി. പിന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ചെയ്ത് 0 0 0 0 0 0 മൈനസ് 1 0 മൈനസ് 1 1 മൈനസ് 1 2. പിന്നെ അതുപോലെ അടുത്തത് ഈ 0 0 ഡിഫറൻസ് 0 മൈനസ് 1 0 മൈനസ് 1 വരും. 2 മൈനസ് 1 ആകുമ്പോൾ 3. ഡിഫറൻസ് പറയുമ്പോൾ നോക്കണം കേട്ടോ, ആ രണ്ടാമത്തെ വാല്യൂ മൈനസ് ഫസ്റ്റത്തെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ 2 മൈനസ് 1 വരുമ്പോഴാണ് 3 വരിക. അതുപോലെ ഇവിടെ മൈനസ് 1 മൈനസ് 0 മൈനസ് 1 വരും. 3 മൈനസ് 1 3 പ്ലസ് 1 4 വരും. നെക്സ്റ്റ് 4 മൈനസ് 1 ദാറ്റ് ഈസ് 5 വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂസ്. ഇനി നമ്മൾ ഇക്വേഷനിലുള്ളത് ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട്, ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് നോട്ട്, ഡെൽറ്റ ക്യൂബ് എഫ് ഓഫ് എക്സ് നോട്ട് ഇങ്ങനെയല്ലേ ഉള്ളത്. ഇത് ഓരോന്ന് നോക്കുക. എഫ് ഓഫ് എക്സ് എഴുതി. അടുത്ത സ്റ്റെപ്പിലുള്ളതാണ് ഡെൽറ്റ എഫ് ഓഫ് എക്സ്, പിന്നെ ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് അങ്ങനെയുണ്ട്. 7 വാല്യൂസ് ആയതുകൊണ്ട്, അതായത് n 6 വരെ ആയതുകൊണ്ട് ഡെൽറ്റ റൈസ് ടു 6 എഫ് ഓഫ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ് വരെയാണ് ഉള്ളത്. പിന്നെ എഫ് ഓഫ് എക്സ് നോട്ട് ചോദിച്ചതുകൊണ്ട് ഏത് വാല്യൂസാണ് വരിക? ഈ സ്റ്റാർട്ടിങ്ങിലെ വാല്യൂസാണ് വരിക. അതിലല്ലേ എക്സ് നോട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോയിൻ്റാണ്. അതിപ്പോൾ 0 കണക്റ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാവുക ഈ ഫസ്റ്റ് വാല്യൂസാണ്. അപ്പോൾ ഇതാണ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട് പറഞ്ഞാൽ ഇവിടെ 9, ഇവിടുത്തെ ഈ 0, ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് നോട്ട്, ഡെൽറ്റ ക്യൂബ് എഫ് ഓഫ് എക്സ് നോട്ട് ഞാൻ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ റൈസ് ടു 4 എഫ് ഓഫ് എക്സ് നോട്ട്, ഡെൽറ്റ റൈസ് ടു 5 എഫ് ഓഫ് എക്സ് നോട്ട്, ഡെൽറ്റ റൈസ് ടു 6 എഫ് ഓഫ് എക്സ് നോട്ട്. അപ്പോൾ ആ വാല്യൂസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എക്സ് നോട്ട് 0 ആണെന്നറിയാം. എഫ് ഓഫ് എക്സ് നോട്ട് 176, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ. എഫ് ഓഫ് എക്സ് നോട്ട് പറഞ്ഞാൽ എക്സ് നോട്ട് 0 ആണ്, ആ പോയിന്റിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ അതാണ് എഫ് ഓഫ് എക്സ് നോട്ട്, ദാറ്റ് ഈസ് 176. ഡെൽറ്റ എഫ് ഓഫ് എക്സ് നോട്ട് അതൊക്കെ ഞാൻ പറഞ്ഞു, ഈ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ എഴുതി. ഇനി ജസ്റ്റ് എല്ലാതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് 0.2 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇട്ടാൽ മതി കേട്ടോ. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു P6 ഓഫ് 0.2 ആണ് വരിക. നമ്മളിവിടെ എഴുതിയിട്ടുള്ള P6ൽ എക്സിന് 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടുക. ഓക്കെ, 0.2 വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഈ ഫോർമുലയിൽ ഓൾറെഡി എല്ലാതും വന്നു കഴിഞ്ഞു.
അപ്പോൾ എഫ് ഓഫ് 0.2 കൊണ്ട് മീൻ ചെയ്യണം P6 ഓഫ് 0.2 ആണ്. അത് എന്തിനോട് ഈക്വലായിട്ട് വരും? ഈ വാല്യൂവിനോട് ഈക്വലായിട്ട് വരും. എസ് നമ്മൾ കണ്ടെത്തി, ബാക്കി വാല്യൂസൊക്കെ കണ്ടെത്തി, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ എഴുതിയിട്ടുള്ളത്. അതാണ് നമ്മുടെ എഫ് ഓഫ് 0.2 എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ ഡിവൈഡ് ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മുന്നേ ചെയ്ത മെത്തേഡിൽ ചെയ്യാം. പക്ഷെ അതിനേക്കാളും ഇതെല്ലാം ഈസി ആയിട്ട് തോന്നുന്നു. മറ്റേത് ടേബിൾ കാണുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഡിവൈഡഡ് ബൈ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞില്ലേ, ഞാൻ വേറെ എഴുതി കാണിച്ചു, ആ രീതിയൊക്കെ ചെയ്യേണ്ടി വരും. ഒരു x2 - x0 അതൊക്കെ നോക്കി വരേണ്ടി വരും. ഓരോ സ്റ്റെപ്പ് കൂടുന്തോറും x3 - x0 അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കണം. ഇത് ജസ്റ്റ് ഇവിടെ എന്താ, ജസ്റ്റ് ഈ മുന്നത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഇങ്ങനെ എഴുതി പോയാൽ മതി. ഈസി ആയിട്ട് എഴുതാം. പിന്നെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, അത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് പഠിച്ചു വെക്കാനുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു പോയിന്റിൽ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി പോളിനോമിയൽ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാലോ, ഇപ്പോൾ ഒരു വാല്യൂ ഒന്നും തന്നിട്ടില്ല, ഫോർവേഡാണോ അപ്പോൾ നിങ്ങൾ ഫോർവേഡോ ബാക്ക്വേഡോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഫോർവേഡ് ഡിഫറൻസ് യൂസ് ചെയ്തിട്ട് പോളിനോമിയൽ ഇൻ്റർപോളേറ്റിംഗ് പോളിനോമിയൽ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷെ പോയിൻ്റ് ഇല്ലല്ലോ, അവിടെ ജസ്റ്റ് എക്സ് എന്ന് തന്നെ കൊടുക്കുക. എക്സ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഇക്വേഷനിൽ എക്സിൻ്റെ ടേം ഉണ്ടാവും. അതായത് എസ് കണ്ടു കഴിഞ്ഞാൽ എക്സിൻ്റെ ടേംസിലല്ലേ ഉണ്ടാവുക. ഇവിടെ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമുക്കൊരു വാല്യൂ ആയിട്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പോളിനോമിയൽ എക്സ് ഉണ്ടാവും. അതായത് എക്സിലുള്ള ഒരു പോളിനോമിയലായിട്ട് നമുക്ക് കിട്ടും. വാല്യൂ കൊടുക്കാത്ത കേസാണ് പറയണത്. പോളിനോമിയൽ കണ്ടെത്താനും പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മുന്നേ ഡിവൈഡ് ഡിഫറൻസിൽ യൂസ് ചെയ്ത ഏത് കാര്യവും ഇവിടെയും ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഇവാലുവേറ്റ് y = e⁻²x. ഇത് നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഹോംവർക്കാണ്, ഡിവൈഡ് ഡിഫറൻസ് യൂസ് ചെയ്തിട്ട്. അത് ഇനി ഈ മെത്തേഡിലും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഇവാലുവേറ്റ് y = e⁻²x for x = 0.05 യൂസിങ് ദി ഫോളോയിങ് ടേബിൾ ബൈ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ്. വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് വാല്യൂ 0, 0.1, 0.2, 0.3, 0.4. അപ്പോൾ ഇതെന്താ, ഈക്വലി സ്പേസ്ഡ് ആണ് അല്ലേ. ഡിഫറൻസ് എത്ര വരുന്നത്, എച്ച് എന്ന് പറയുന്നത് 0.1 വരുന്നത് അല്ലേ. ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ്, തൊട്ടടുത്ത് രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് 0.1 വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും ഡിഫറൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഇത് ഫോർവേഡ് ഡിഫറൻസ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം എന്ന് പറയാൻ കാരണം എന്താ, എക്സ് 0.05 ചോദിച്ചിട്ടുള്ളത്. അത് 0-നോട് അടുത്തിട്ടാണ് വരുന്നത് അല്ലേ. 0.1 പിന്നെ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഏകദേശം വാല്യൂ വരുന്നത്, സ്റ്റാർട്ടിങ്ങിലാണ്. അതുകൊണ്ട് ഫോർവേഡ് ഡിഫറൻസ് യൂസ് ചെയ്യും. അപ്പോൾ എക്സ് വാല്യൂ ഉണ്ട്, എച്ച് 0.1 ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. ഡിഫറൻസ് നോക്കിയിട്ട് മനസ്സിലാക്കാം. x0 എന്താണ്, 0 ഫസ്റ്റ് പോയിന്റ്. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് കിട്ടും ഫോർമുലയ്ക്കുള്ള. പിന്നെ ഡെൽറ്റ എഫ് ഓഫ് എക്സ്, ഡെൽറ്റ സ്ക്വയർ എഫ് ഓഫ് എക്സ് ഒക്കെ ഇതുപോലെ എഴുതി കണ്ടെത്തുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ y = e⁻²x at 0.05 കണ്ടെത്താൻ പറ്റും. ഓക്കെ, വേണമെങ്കിൽ y of 0.05 എന്ന് എഴുതാം അതിന്, അല്ലെങ്കിൽ y = f of x എഴുതിയിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. വാല്യൂസ് തന്നിട്ടുള്ള y-ൻ്റെ 1, 1.22, 14, 1.49, 18, 1.822, 1, 2.2255.